ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ലാവ കേക്കാണ്. ചോക്ലേറ്റ് ലാവ കേക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഇത് ഓവൻ ഇല്ലാണ്ട് ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ ഞാനിവിടെ ഓവൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓവൻ ഇല്ലാണ്ട് ഇത് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. എന്നോട് ഒരുപാട് പേര് ചോദിച്ചു ഇത് നീ ഒന്ന് വീഡിയോ ഇടുമെന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഞാനിപ്പം വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള, അതായത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാത്ത 2 എഗ്ഗാണ്. പിന്നെ വേണ്ടത് ഒരു 100 ഗ്രാം മൈദയാണ്. മൈദ 1/2 കപ്പ് വേണ്ട, 1/2 കപ്പിൽ താഴെ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഡാർക്ക് ചോക്ലേറ്റ് ഒരു 100 ഗ്രാമും ബട്ടർ ഒരു 25 ഗ്രാമും, പിന്നെ ബേക്കിംഗ് സോഡ ഒരു 1/2 ടീസ്പൂണ്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണ്. വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ, ഏതെങ്കിലും ഒന്ന്. പിന്നെ ഐസിൻ ഷുഗർ ഞാനൊരു 125 ഗ്രാം എടുത്തിട്ടുണ്ട്, അതായത് ഒരു 1/2 കപ്പ്. പിന്നെ ഒരു ഫ്രഷ് ക്രീം ഒരു 100 ml, വാനില എസെൻസ് 1 ടീസ്പൂണും ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മോൾഡ് തയ്യാറാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഇച്ചിരി ബട്ടറും കുറച്ച് മൈദ എടുത്തിട്ട് നന്നായിട്ട് അതിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 100 ഗ്രാം ചോക്ലേറ്റും ഒരു ബാർ, അതായത് നമ്മളിപ്പോൾ ഡാർക്ക് കോമ്പൗണ്ട് മേടിക്കുമ്പോൾ അതിലൊരു ബാർ ചോക്ലേറ്റും, പിന്നെ അതിൽ നമുക്ക് 25 ഗ്രാം ബട്ടറും, അതുപോലെ നമ്മളൊരു കണക്കിന് അത് അലിഞ്ഞു വരാൻ പാകത്തിൽ കുറച്ച് ഫ്രഷ് ക്രീമും ചേർത്തിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കുക. ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ മെൽറ്റ് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ ഡയറക്റ്റായിട്ടത് അലിയിപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഡബിൾ ബോയിൽ ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പം ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നമുക്ക് തണുത്ത് വരുമ്പോൾ ഒന്ന് ടൈറ്റ് ആവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ബാക്കി ഫ്രഷ് ക്രീമും കൂടിയും ചേർത്തിട്ട് അത് ലൂസാക്കി എടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കലാണ്. ആദ്യം നമുക്കതിൻ്റെ ടെമ്പറേച്ചർ ഒരു 150 ഡിഗ്രിയിലാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കത് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഓവൺ ഇല്ല എങ്കിൽ, ഞാനിതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേക്ക് ഓവൺ ഇല്ലാണ്ട് ചെയ്യുന്നത്. മണൽ വെച്ചിട്ട് നമുക്കത് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഇത് കുക്ക് ചെയ്യാൻ 15 മിനിറ്റ് കൊണ്ട് നമുക്കത് കുക്ക് ചെയ്ത് കിട്ടും. പക്ഷേ നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനൊരു ഏതാണ്ട് ഒരു 20-25 മിനിറ്റോളം ആവും. അത് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. നമുക്ക് ഓവനില്ലാണ്ടും ഇതുണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് കേക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റൂം ടെമ്പറേച്ചറിലുള്ള 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. ആ 2 എഗ്ഗ് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഐസിൻ ഷുഗറും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫോർക്ക് വെച്ചിട്ടോ ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇച്ചിരി ടൈം എടുക്കുന്നേ ഉള്ളൂ. ഇതാകുമ്പോൾ പെട്ടെന്നായി കിട്ടും. മറ്റേത് ഇച്ചിരി ടൈം എടുത്ത് ചെയ്താലും സെയിം എഫക്റ്റ് തന്നെ ആയിരിക്കും. നമ്മുടെ എഗ്ഗ് നന്നായിട്ട് പതപ്പിക്കുക. മാക്സിമം പതപ്പിക്കുകയാണെങ്കിൽ അത്രയും നമ്മുടെ കേക്ക് സോഫ്റ്റായിട്ട് കിട്ടും. അതിന് ശേഷം നമുക്ക് ചൂടാറിയ ചോക്ലേറ്റിലോട്ട് നമുക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം മാത്രം ഈ ഒരു എഗ്ഗിലോട്ട് ഈ ചോക്ലേറ്റ് ഒഴിക്കാൻ പറ്റുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എഗ്ഗ് വെന്ത് പോകും. അതുകൊണ്ടാണ് ഞാൻ ചൂടാറിയതിന് ശേഷം ചോക്ലേറ്റ് ഒഴിക്കാൻ പറയുന്നത്. അപ്പോൾ ചൂടാറുന്ന സമയത്ത് അതിൽ കുറച്ച് ടൈറ്റായി വരും ചോക്ലേറ്റ്. അപ്പോൾ നമ്മൾ ഇച്ചിരി കൂടി ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ലൂസാക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്യുക. കട്ട് ആൻഡ് ഫോൾഡ് ചെയ്യണം, ഇല്ലയെന്നുണ്ടെങ്കിൽ അതിലത്തെ എയറും പോവും. എയർ പോയി കഴിഞ്ഞാൽ നമ്മളെ കേക്ക് പഫായിട്ട് കിട്ടില്ല. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും തരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ആ മൈദയിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ട് അത് നന്നായിട്ട് തരിച്ച് അതിലിട്ട് കൊടുക്കാം. എന്നിട്ട് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുക്കുക. കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത് എയർ പോവുകയും ചെയ്യും. നമുക്ക് കേക്ക് നല്ല സോഫ്റ്റായിട്ട് പഫായിട്ട് കിട്ടില്ല. അപ്പോൾ അത് കാരണം പതുക്കെ ചെയ്തെടുത്താൽ മതി. ഇത്തിരി ഫാസ്റ്റായിട്ട് ചെയ്യാണ്ട് പതുക്കെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് മോൾഡിലോട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ ഉള്ളിൽ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് തട്ടിക്കൊടുക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ചോക്ലേറ്റ് ചിപ്സും ഇച്ചിരി ഗാർണിഷ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇനി അതിന് ശേഷം നമ്മൾ ഓവണിലാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓവണ് ഒരു 180 ടെമ്പറേച്ചറിൽ നിർത്തിയതിന് ശേഷം ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കുക. ഒരു 10
12 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് നോക്കുക. സെൻറ്റർ ഭാഗം ഔട്ടർ ലെയർ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇന്നർ ലെയർ കണ്ടില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് 2 കളറിലായിട്ട് കാണാൻ പറ്റും. ഇന്നർ ലെയർ ഒരു എന്താ അത്രക്കുണ്ട് വെന്ത് കാണില്ല, മീൻസ് ആ ഒരു ഡാർക്ക് കളർ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ടെക്സ്ചറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ലാവ കിട്ടും. ഇനി ലാവ വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് നമ്മളൊരു 20 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി ഓവണിൽ. ഇനി ഓവൺ ഇല്ലാത്തവരാണെങ്കിൽ ഞാനൊരു പൈനാപ്പിൾ കേക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. അതിൽ ഞാൻ മണൽ വെച്ചിട്ട് കുക്കറിലാണ് ഞാൻ ചെയ്തത്. അതും ഇതുപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇച്ചിരി ടൈം എടുക്കുന്നേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഇതിലൊരു 15 മിനിറ്റ് ആണെങ്കിൽ അതിൽ ഇച്ചിരിയും കൂടെ ഒരു 10 മിനിറ്റും കൂടിയും കൂടുന്നേ ഉള്ളൂ. അത്ര വ്യത്യാസമുള്ളൂ. 25 മിനിറ്റ് 30 മിനിറ്റിനുള്ളിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾക്കിത് കുക്കറിലും ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. എന്തായാലും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഡിഷസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള പുതിയ പുതിയ ഡിഷസുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ അസ്സലാമു അലൈക്കും.